നമസ്കാരം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒഴികെ ഞാൻ മറ്റെന്ത് ജോലിയും ചെയ്യും സർ. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാചകമാണിത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും നൽകാനുണ്ടാവുക. ചിലർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ ടാർഗറ്റ്, പ്രഷർ ഇവയൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മറ്റു ചിലർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഗ്ലാമർ കുറഞ്ഞ ഒരു തൊഴിലാണ്. വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് വെയിൽ കൊള്ളാനും അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നുമില്ല. അങ്ങനെ പല പല കാരണങ്ങൾ. നമുക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഡിമാൻഡ്. സെയിൽസ് ഈസ് ദി പ്രോസസ് ഓഫ് മീറ്റിംഗ് ദാറ്റ് ഡിമാൻഡ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വാചകം ഡിമാൻഡ് എന്നുള്ളതാണ്. ദിസ് ഡിമാൻഡ് ക്യാൻ ബി എനിത്തിങ്. ഒരു ഉദാഹരണമാണ്, നമ്മൾ ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. നമുക്ക് അവരോട് പ്രണയം തോന്നും, നമ്മൾ അവരെ പ്രപ്പോസ് ചെയ്യും. സ്വാഭാവികമായി പ്രപ്പോസൽ കിട്ടിയ ആൾക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഞാൻ എന്തിന് അയാളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും? ഇവിടെയാണ് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം. വി ഹാവ് ടു ക്രിയേറ്റ് ഡിമാൻഡ് ടു ഇംപ്രസ് ദി അതർ പേഴ്സൺ. അതിനുവേണ്ടി നമ്മൾ പലതും ചെയ്യും, അല്ലെ? ഇങ്ങനെ ചെയ്യുന്ന പലതിനെയുമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക. ഇവിടെ നമ്മളാണ് പ്രോഡക്റ്റ്. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിന്, അതായത് നമ്മൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ മറ്റേ ആൾ നമ്മളോട് യെസ് പറയും. ഇവിടെ എന്താണ് നടന്നത്? സിമ്പിൾ. ഇവിടെ നടന്നതൊരു സെയിൽസ് പ്രോസസ്സാണ്. ആ യെസ് ആണ്, മറ്റേ ആൾ പറഞ്ഞ യെസ് ആണ് ഇവിടുത്തെ സെയിൽസ് പ്രോസസ്. ഇതേ കാര്യം തന്നെയാണ് ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലും നടക്കുന്നത്. വൈ ഷുഡ് ബി ഹയർ യു എന്ന ചോദ്യത്തിന് നമ്മൾ നൽകുന്ന ഉത്തരം നമ്മൾ എന്ന പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയം മുതൽ മാർക്കറ്റിംഗ് പ്രോസസ് ആരംഭിക്കുന്നു. കമ്പനി നമ്മളെ ഹയർ ചെയ്യുന്നതോടുകൂടി സെയിൽസ് പ്രോസസ് അവസാനിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പല കാര്യങ്ങളും നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് ടെക്നിക്കലി അതിന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു അക്കൗണ്ടന്റ് ആകാൻ സാധിക്കില്ല, എല്ലാവർക്കും ഒരു ടീച്ചർ ആകാനും സാധിക്കില്ല, എല്ലാവർക്കും ഒരു ആക്ടർ ആകാനും സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആകാനും സാധിക്കില്ല. പക്ഷെ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അറിഞ്ഞോ അറിയാതെ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥി ഇനി മുതലെങ്കിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒഴികെ മറ്റെന്ത് ജോലിയും ഞാൻ ചെയ്യും എന്ന് ഒരു ഇന്റർവ്യൂവിലും പറയരുത്.